أهلا بكم يا أصدقائي جميعا في يومياتنا المصورة في رمضان. ഒന്നുമില്ല, നിങ്ങളെല്ലാവരും നമ്മൾ റമദാൻ വ്ലോഗിലേക്ക് ക്ഷണിച്ചാണ്. നമ്മുടെ കലാകായിക പരിപാടികളാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. ഇപ്രാവശ്യത്തെ നോമ്പ് തുറക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എണ്ണക്കടി മുക്ത നോമ്പ് തുറയാണ് ഇപ്രാവശ്യത്തെ റമദാൻ. ഒരു 90% അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ ബാക്കി 10 എവിടെന്ന് വെച്ചാല് അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം മനസ്സിലാവും. നോമ്പ് തുറക്കാൻ എന്തൊക്കെ വിഭവങ്ങളാണ്. നല്ല ചൂടുള്ള മൊരിഞ്ഞ പൊറോട്ടയും നല്ല ചൂടുള്ള ബീഫ് വരട്ടിയതും നല്ലൊരു ചിക്കൻ കുറുമയും. ആഹാ, നല്ല സമ്പുഷ്ടമായ നോമ്പത്തുറ. അൽഹംദുലില്ലാഹ്. അല്ലേലും നല്ല പൊറോട്ടയും ബീഫും, അല്ലെങ്കിൽ നല്ല ബീഫും പമ്പൊരിയും. ഈ ഒരു കോമ്പിനേഷന് മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണല്ലോ. അല്ലോ, അതിനും ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും ഏതെങ്കിലും ഒരു വിഷയത്തിന് സാമ്യം തോന്നിയാലേ തികച്ചും സ്വാഭാവികം മാത്രമാണ്, അല്ലെങ്കിലേ പണി പാളും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. നോമ്പ് തുറക്കുള്ള മെനു തയ്യാറാക്കേണ്ടത് കുട്ടികൾ തന്നെയാണ്. കുട്ടികൾക്ക് എന്താണോ വേണ്ടത് അതായിരിക്കും നോമ്പ് തുറക്ക്. അതിനർത്ഥം ചെലവാക്കാൻ മാത്രം ഇവിടെ പൈസ ഉണ്ടായത് കൊണ്ടൊന്നും അല്ല. ദർസിൽ പഠിച്ചത് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കിട്ടിയില്ലല്ലോ എന്നൊരു ചിന്ത കുട്ടികൾക്ക് ഉണ്ടാവരുത് എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉസ്താദിനുണ്ട് കേട്ടോ. ഒരു കുട്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താന്ന് വെച്ചാല് ഞാൻ പറയും, കുട്ടികളെ മനസ്സറിയുന്ന ഒരു ഉസ്താദ് കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്.